ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ് നോക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മെറ്റേണിറ്റി എന്ന പാഠത്തെ പറ്റിയിട്ട് ആ സ്റ്റോറി ഫുൾ വായിച്ചിട്ട് അതിന് മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Already we have started an inspiring story of a boy who wanders in search of a nursing mother to breastfeed his younger brother. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. മിക്കാലി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥയായിരുന്നു അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ മാതൃത്വം. അപ്പം മെറ്റേണിറ്റി എന്ന് പറഞ്ഞ കഥയിൽ മിക്കാലി എന്താണ് അവൻ്റെ കുഞ്ഞനുജന് വേണ്ടിയിട്ട് ആ കുഞ്ഞനുജന് പാല് കിട്ടാതെ കരയുകയാണ്. അപ്പോൾ പാല് കൊടുക്കാനായിട്ട് ഒരു പാലൂട്ടുന്ന അമ്മയെ തേടി, ഒരു നഴ്സിംഗ് മദറിനെ തേടി അലയുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത്. Do you remember that story? I'm sure you remember. What is the title of the story? അപ്പോൾ കഥയുടെ ടൈറ്റിൽ എന്തായിരുന്നു? മെറ്റേണിറ്റി അല്ലേ? Yes, maternity. Don't you know the meaning of maternity? Yes, you know. That is motherhood. അപ്പം മെറ്റേണിറ്റിയുടെ അർത്ഥം എല്ലാവർക്കും അറിയാം അല്ലേ? മദർഹുഡ്, മാതൃത്വം. The world famous Lebanon writer Khalil Gibran says, "Mother is the most beautiful word on the lips of mankind." അപ്പം ലെബനൻ റൈറ്ററായിട്ടുള്ള ഖാലിദ് ഗബാൻ പറഞ്ഞിട്ടുള്ള ഒരു സെയിങ് ആണത്. മദർ, അമ്മ എന്നാൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ് ഓൺ ദ ലിപ്സ് ഓഫ് മാൻകൈൻഡ്. മനുഷ്യരുടെ ഇടയിൽ അവരിൽ നിന്നും വരുന്ന ഏറ്റവും സുന്ദരമായ ഒരു വാക്കാണ് അമ്മ എന്നുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യകുലത്തിന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ വാക്കാണ് അമ്മ. Here we study maternity. Maternity? Do you remember the name of the writer? അപ്പം മെറ്റേണിറ്റി എഴുതിയത് ആരായിരുന്നു? ലില്ലിക നാക്കോസ്. Yes, the great Greek writer Lilika Nakos. ഗ്രീക്ക് റൈറ്ററാണ് ലില്ലിക നാക്കോസ്. And I would like to know certain ideas from you about the main character of this story. Don't you remember the name of the main character of this story? നിങ്ങൾക്ക് ഈ കഥയിലെ മെറ്റേണിറ്റി എന്ന് പറഞ്ഞ കഥയിലെ പ്രധാന കഥാപാത്രം, മെയിൻ ക്യാരക്ടറിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ? പറഞ്ഞേ. Do you remember? Can you get me the name? Yes, Mikali. അതെ, മിക്കാലി എന്നാണ് ആ കുട്ടിയുടെ പേരല്ലേ? അപ്പോൾ ഇത് പ്രൊട്ടഗോണിസ്റ്റ് മിക്കാലിയാണ് ഈ കഥയിലെ പ്രൊട്ടഗോണിസ്റ്റ്. അതായത് ഒരു കഥയിലെ പ്രധാന കഥാപാത്രത്തെ, കഥ അല്ലെങ്കിൽ നാടകം, അതല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ നോവൽ, ഇതിലെല്ലാം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആളെയാണ് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. Mikali is a 14-year-old boy. അപ്പോൾ മിക്കാലി ഒരു 14 വയസ്സുള്ള കുട്ടിയായിരുന്നു. Let me ask you one question in between. Yeah, a question to you. How old are you? Tell me. നിങ്ങളൊക്കെ എത്ര വയസ്സുള്ളവരാണ്? അധ്യാപകൻ ചോദിച്ചു. നിങ്ങൾക്കൊക്കെ എത്ര പ്രായമുണ്ട് അല്ലെങ്കിൽ എത്ര വയസ്സുണ്ട്? How old are you? How old are you? I know many of you are approximately 14 years old. Am I correct? അപ്പോൾ നിങ്ങളെല്ലാവരും, നിങ്ങളിൽ പലരും, കൂടുതൽ ആളുകളും 14 വയസ്സ് എത്തിയവരാണല്ലേ? You are 14 years old. And a boy of your age is the main character of this story. അപ്പോൾ ഈ കഥയിലെ പ്രധാന കഥാപാത്രവും നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരു ആൺകുട്ടിയാണ്. Very happy. A boy of your age is the main character of this story. What else can you say about Mikali? Second idea? Yes, he is an orphan.
നിങ്ങൾക്ക് പിന്നെ മിക്കാലിയെ പറ്റി മറ്റെന്തൊക്കെ അറിയാം? ആ, മിക്കാലി ഒരു ഓർഫനാണ്, ഒരു അനാഥനാണല്ലേ? He is an orphan. At the time of the birth of his younger brother, his mother passed away. Just after the birth of his younger brother, his mother passed away, and so he became an orphan. അപ്പം മിക്കാലി എന്താണ്? ഒരു അനാഥനാണ്. മിക്കാലി ഈസ് ആൻ ഓർഫൻ. അവൻ്റെ അമ്മ അവൻ്റെ കുഞ്ഞനുജന് ജന്മം കൊടുത്ത ഉടനെ മരണപ്പെട്ടു. അങ്ങനെയാണ് മിക്കാലി അനാഥനായി തീർന്നത്. What is next ഇനി എന്താണ്? about Mikhali? Yes, ഇനി നിങ്ങൾക്ക് മിക്കാലിയെ പറ്റി എന്തറിയാം? he is a refugee. He belongs to which refugee camp? അപ്പോൾ മിക്കാലി ഒരു അഭയാർത്ഥിയാണ്, ഒരു റെഫ്യൂജിയാണ് അല്ലേ? അപ്പം മിക്കാലി ഏത് റെഫ്യൂജി ക്യാമ്പിൽ ആണ് ബിലോങ് ചെയ്യുന്നത്? Armenian refugee camp. അർമേനിയൻ റെഫ്യൂജി ക്യാമ്പിലായിരുന്നു മിക്കാലി ഉള്ളതല്ലേ? He belongs to Armenian refugee camp and he is a refugee. That is the third thing. അപ്പം മിക്കാലി എന്താണ്? ഒരു 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അവനൊരു അനാഥനാണ്. അതുപോലെ തന്നെ മിക്കാലി ഒരു അഭയാർത്ഥിയാണ്. Have you got anything to add with it about ഇനി എന്തെങ്കിലും മിക്കാലിയെ പറ്റി ആഡ് ചെയ്യാനുണ്ടോ? Mikhali? Yes, he carries his younger brother on his back. മിക്കാലി അവൻ്റെ കുഞ്ഞനുജനെ അവൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നല്ലേ? Already I have informed you that his mother passed away just after the birth of his younger brother. അപ്പോൾ ഓൾറെഡി അധ്യാപകൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആ അവൻ്റെ കുഞ്ഞനുജൻ്റെ ജന്മശേഷം ഉടനെ തന്നെ അമ്മ മരിച്ചുപോയി. അപ്പം ആ കുഞ്ഞനുജനെയാണ് മിക്കാലി തോളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. So now Mikhali looks after his younger brother. That is the fourth thing. അപ്പം ആ കുഞ്ഞനുജന് അമ്മ നഷ്ടമായി അല്ലേ, ജനിച്ച ഉടനെ തന്നെ. അപ്പം മിക്കാലിയാണ് ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. മിക്കാലി ലുക്സ് ആഫ്റ്റർ ഹിസ് യങ്ങർ ബ്രദർ. What about the fifth idea about Mikhali? ഇനി അഞ്ചാമതായിട്ട് എന്ത് പോയിന്റാണ് മിക്കാലിയെ പറ്റിയുള്ളത്? He is unable to go for work. Why can't he go for work? അപ്പം ഈ മിക്കാലിക്ക് ജോലിക്ക് അൺഎബിൾ ടു ഗോ ഫോർ വർക്ക്, ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ലായിരുന്നു. വൈ കാൺ ഹി ഗോ ഫോർ വർക്ക്? എന്തുകൊണ്ടാണ് അവൻ ജോലിക്ക് പോകാത്തത്? നമുക്കറിയാം അല്ലേ, അവൻ ആ കുഞ്ഞിനെയും കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റില്ല. ആ കുഞ്ഞാണെങ്കിൽ നിർത്താതെ കരയുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുന്ന മിക്കാലിയെ ആരും അടുപ്പിക്കുന്നുമില്ല. കുഞ്ഞുള്ളത് കൊണ്ട് മിക്കാലിക്ക് ജോലിക്ക് പോകാൻ സാധിക്കുകയില്ല. You can guess, because a wailing infant is there on his back in a sack. അപ്പോൾ അവൻ്റെ കൂടെ അവന് നോക്കാൻ ഒരു കുഞ്ഞുള്ളത് കൊണ്ടാണ് അവന് ജോലിക്ക് പോകാൻ സാധിക്കാത്തത്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. മിക്കാലി ഒരു അനാഥനാണ്, ഒരു ഓർഫനാണ്. മിക്കാലിക്ക് എന്താണ്? ഒരു 14 വയസ്സുള്ളൊരു കുട്ടിയാണ്. നിങ്ങളെപ്പോലെ 14 വയസ്സുള്ളൊരു കുട്ടിയാണ് മിക്കാലിയും. അവന് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം അവൻ്റെ തോളിൽ അവനൊരു കുഞ്ഞുണ്ട് അല്ലേ? അവൻ്റെ അമ്മ ആ കുഞ്ഞനുജന് ജന്മം കൊടുത്ത ഉടനെ തന്നെ മരിച്ചുപോയി. അതുകൊണ്ട് ആ കുഞ്ഞിനെ നോക്കേണ്ട ചുമതല മിക്കാലിക്കാണ്. അതുപോലെ തന്നെ അവനിങ്ങനെ ഇപ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അവൻ ആ കുഞ്ഞിനെ പാല് കൊടുക്കാനായിട്ട് ആരെങ്കിലും തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു നേഴ്സിംഗ് മദർ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ആ നേഴ്സിംഗ് മദറിനെ തേടി അവൻ അലയുകയാണ്. എന്നിട്ട് അവൻ്റെ കൊച്ചു അനിയനെ പിറകിൽ ഒരു ചാക്കി കെട്ടിയാണ് കൊണ്ടു നടക്കുന്നത്. അവനൊരു അർമീനിയയിൽ നിന്നുള്ളൊരു അഭയാർത്ഥിയാണ്. In the last class, you saw that Mikhali went to Anatolian camp in search of a nursing mother. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു? മിഖാലി അവൻ അർമേനിയൻ ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അർമേനിയൻ ക്യാമ്പിൽ നിന്ന് അനറ്റോണിയൻ ക്യാമ്പിലേക്ക് പോയി ഒരു നഴ്സിംഗ് മദറിനെ തേടി. Anatolian refugees are
people who ran away from Anatolia. You can see it here. അപ്പോൾ അനറ്റോളിയ എന്ന രാജ്യത്ത് നിന്ന് ഓടി വന്ന രക്ഷപ്പെട്ട ആളുകളാണ് അനറ്റോളിയൻ റെഫ്യൂജീസ്. അവരും അഭയാർത്ഥികളാണ്. അവർ അനറ്റോളിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നതാണ്. Anatolia or Asia Minor. Nowadays it is known as Turkey. അപ്പം അനറ്റോളിയ അല്ലെങ്കിൽ എൻ്റെ പേര് ഏഷ്യ മൈനർ. ഇന്ന് നമ്മൾ ആ സ്ഥലത്തെ അറിയപ്പെടുന്ന ടർക്കി എന്നാണ്. അതായത് ടർക്കിയിൽ നിന്നും വന്ന ആളുകളാണ് ഈ അനറ്റോളിയൻ റെഫ്യൂജീസ്. He went there to find out a nursing mother. There we stop the class. Shall we continue? അവൻ ആ നഴ്സിംഗ് മദറിനെ തേടി പോകുന്നതാണ്. അത് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. Open your textbook at page number 45 and let's read together. നമുക്ക് ഒരുമിച്ച് വായിക്കാം. Then camp was like this. The same misery. Old women were crouched on pallets on the ground. അവിടെ അപ്പോൾ ഇവൻ എന്താണ് അനറ്റോളിയൻ ക്യാമ്പുകളിലെത്തി. അവിടെയും ഇതേപോലത്തെ ദുരന്താവസ്ഥകളായിരുന്നു. പ്രായമേറിയ സ്ത്രീകളൊക്കെ തറയിൽ പാലറ്റ് ഇട്ടിട്ട്, അതായത് പൊട്ടിപ്പൊളിഞ്ഞ പാലറ്റുകൾ ഇട്ടിട്ട് അവിടെയായിരുന്നു. ബെയർ ഫൂട്ടഡ് ചിൽഡ്രൻ പ്ലേഡ് അബൌട്ട് ഇൻ പൂൾസ് ഓഫ് ഡേർട്ടി വാട്ടർ. ബെയർ ഫൂട്ടഡ് എന്ന് പറയുമ്പോൾ നഗ്നപാതർ, അതായത് ചെരുപ്പൊന്നും ഇടാത്ത കുട്ടികൾ അവിടുത്തെ അഴുക്ക് വെള്ളം നിറഞ്ഞ കുളങ്ങളിൽ കളിക്കുന്നുണ്ടായിരുന്നു. ആസ് ഹി അപ്രോച്ച്ഡ് സെവറൽ ഓൾഡ് വിമൻ റോസ് ടു ആസ്ക് വാട്ട് ഹി വാണ്ടഡ്. അപ്പോൾ അവൻ അവിടേക്ക് എത്തിയപ്പോഴേക്കും കുറേ പ്രായമായ സ്ത്രീകൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു എന്താണ് വേണ്ടത്. അവൻ എന്താണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടി എഴുന്നേറ്റു. ബട്ട് ഹി വാക്ക്ഡ് ഓൺ ആൻഡ് സ്റ്റോപ്ഡ് ഓൺലി അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് എ ടെൻ. പക്ഷേ അവൻ അവരുടെ അടുത്തോട്ടൊന്നും പോകാതെ അവൻ നടന്നിട്ട് അവൻ എവിടെ എത്തിയപ്പോഴാണ് നിന്നത്? ഒരു ടെൻറ്റിൻ്റെ ഓപ്പണിംഗ് എത്തിയപ്പോൾ. ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് ദ ടെൻറ്റ് കെയിം ദ സൗണ്ട് ഓഫ് എ വെയിലിംഗ് ഇൻഫൻറ്റ്. അവൻ എന്തുകൊണ്ടായിരിക്കും നിന്നേന്നറിയോ? ആ ടെൻറ്റിനുള്ളിൽ നിന്നും ഒരു ശിശു കരയുന്നതിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. ഹാവ് പിറ്റി ഓൺ ദിസ് പൂവർ ഓർഫൻ ആൻഡ് ഗീവ് ഹിം എ ലിറ്റിൽ മിൽക്ക്. ഐ ആം പൂവർ അമാനിയൻ ഹീ സെഡ് ഇൻ ഗ്രീക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ പാവപ്പെട്ടവനോട് കനിവ് തോന്നണേ, ഈ കുട്ടിക്ക് കുറച്ച്, അതായത് ഈ ഓർഫൻ, ഈ അനാഥനോട് കുറച്ച് കനിവ് തോന്നണേ, ഇവന് കുറച്ച് പാല് കൊടുക്കണേ, ഞാനൊരു പാവപ്പെട്ട അർമേനിയനാണ് എന്ന് അവൻ ഗ്രീക്ക് ഭാഷയിൽ അവിടെ സംസാരിച്ചു. അറ്റ് ഹിസ് അപ്പീൽ എ ലവ്ലി ഡാർക്ക് വുമൺ അപ്പിയർഡ്. അപ്പോൾ അവനിങ്ങനെ അപേക്ഷിച്ചു, അതായത് അതിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അവന് മനസ്സിലായി കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന ആരും അതിനുള്ളിൽ കാണുമെന്ന്. അതുകൊണ്ടാണല്ലോ അവനങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവനിങ്ങനെ അപേക്ഷിക്കുന്ന കേട്ടിട്ട് എ ലവ്ലി ഡാർക്ക് വുമൺ, ഒരു നല്ല സ്നേഹമുള്ള ഒരു കറുത്ത സ്ത്രീ പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഷീ ഹെൽഡ് ഇൻ ഹർ ആംസ് ആൻഡ് ഇൻഫൻറ്റ് ബ്ലിസ്ഫുള്ളി സക്കിംഗ് ദ മെറ്റർണൽ ബ്രസ്റ്റ്, ഇറ്റ്സ് ഐസ് ഹാഫ് ക്ലോസ്ഡ്. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞ്, ഒരു നവജാത ശിശു ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കണ്ണ് പകുതി അടഞ്ഞിരിക്കുകയായിരുന്നു. ലെറ്റ്സ് സീ ദ കിഡ്, ഇസ് ഇറ്റ് എ ബോയ് ഓർ എ ഗേൾ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ആ കുഞ്ഞിനെ ഞാനൊന്ന് കാണട്ടെ, അതൊരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? മിഖാലീസ് ഹാർട്ട് ട്രംബിൾഡ് വിത്ത് ജോയ്. മിഖാലിക്ക് സന്തോഷം കൊണ്ട് അവൻ്റെ ഹൃദയം, അവന് വളരെയധികം സന്തോഷമായി. കാരണം ആ കുഞ്ഞിന് പാല് കൊടുക്കാമെന്നാണ് ഒരാൾ സമ്മതിക്കുകയാണ്. Several neighbors had come closer to see and they helped to take from his shoulder and the sack where the baby brother was held. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഇവനോട് സംസാരിക്കുന്നതിൻ്റെ കുറേ അയൽപ്പക്കക്കാരും അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ തോളിൽ നിന്നും ആ സാക്ക്, അവൻ്റെ കൊച്ചനുജനെ കെട്ടിയിട്ടിരുന്ന ആ ചാക്കെടുക്കാൻ സഹായിച്ചു. വിത്ത് ക്യൂരിയോസിറ്റി ദേ ലീൻഡ് ഓവർ. അവർക്കെല്ലാം ആകാംക്ഷ ഉണ്ടായിരുന്നു കുഞ്ഞിനെ കണ്ടിട്ട്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ചരിഞ്ഞു നോക്കി. ഹി ഡ്രൂ ബാക്ക് ദ കവർ. അവൻ ആ കവറ് വലിച്ചെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. വാസ് മിഖാലി ഹോപ്പ്ഫുൾ വെൻ ഹി കെയിം ടു ദ അനറ്റോളിയൻ ക്യാമ്പ്? അപ്പം പ്രതീക്ഷയുണ്ടായിരുന്നോ മിഖാലിക്ക് അവിടെ നിന്നും അവൻ്റെ കുഞ്ഞനുജന് നോക്കാൻ ഒരു സ്ത്രീയെ കിട്ടുമെന്നുള്ളതിൽ, അല്ലെങ്കിൽ ആ കുഞ്ഞനുജൻ്റെ വിശപ്പകറ്റാൻ പറ്റുമെന്നുള്ളതിൽ പ്രത്യാശയുണ്ടായിരുന്നോ? ഹൗ ഡിഡ് ദ വിമൻ ബിഹേവ്? അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ എങ്ങനെയാണ് പെരുമാറിയത്? May I read the story for you? ഈ
കഥയിലെ നിങ്ങൾ വായിക്കുക പാരഗ്രാഫ്. ഇപ്പം ഞാൻ ഒരു വട്ടം വായിച്ചു, നിങ്ങളും വായിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ കുറച്ച് പിക്ചേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആ പിക്ചേഴ്സിനെ എന്താണ് മാച്ച് ചെയ്യുന്ന വേർഡ്സും എക്സ്പ്രഷൻസും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. Their camp was like his, the same misery. All the women were crossed on pallets. അപ്പോൾ എന്താണ് അവരുടെ ക്യാമ്പ് അവൻ്റെ ക്യാമ്പ് പോലെ തന്നെയായിരുന്നു അല്ലേ? അതായത് അതുപോലെ ദുരിതപൂർണ്ണമായിരുന്നു. മിസ്രി എന്ന് പറയുമ്പോൾ ദുരിതമാണ്. അപ്പോൾ അവൻ്റെ ക്യാമ്പ് പോലെ തന്നെ ദുരിതം പിടിച്ച ക്യാമ്പായിരുന്നു ഈ അനറ്റോണിയൻ ക്യാമ്പും. അവിടെ പ്രായം ചെന്ന സ്ത്രീകൾ താഴെ വട്ടമിട്ട് വളഞ്ഞിരിപ്പുണ്ടായിരുന്നു ഗ്രൗണ്ടുകളിൽ. Barefooted children played about in pools of dirt. അപ്പം നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ ആ ഒരു ചിത്രം മനസ്സിൽ വരുന്നുണ്ടല്ലേ, ഒരു സ്ത്രീകൾ വട്ടം കൂടിയിരിക്കുന്നത്. അതുപോലെ അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് ബെയർഫൂട്ടഡ് ചിൽഡ്രൻ പ്ലേഡ് അബൌട്ട് ഇൻ പൂൾസ് ഓഫ് ഡേർട്ടി വാട്ടർ. അഴുക്ക് വെള്ളം നിറഞ്ഞ കുളത്തിൽ കുട്ടികൾ കളിക്കുന്ന ആ ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രമാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുക. Dirty water. As he approached, several old women rose to ask what he wanted. അപ്പോൾ വന്നപ്പം കുറേ പ്രായമായ സ്ത്രീകൾ എഴുന്നേറ്റ് എന്ന് എന്താണ് അവന് വേണ്ടതെന്ന് അറിയാൻ അവൻ്റെ അടുത്തേക്ക് വന്നു. But he walked on and stopped only at the opening of a tent. പക്ഷെ അവൻ എന്താണ് അവരെ കണ്ടിട്ട് നിന്നില്ല അല്ലേ, അവൻ നടന്ന് അവൻ എവിടെ എത്തിയപ്പോഴാണ് നിന്നത്? ഒരു ടെൻറ്റിൻ്റെ ഓപ്പണിങ്ങിൽ അവൻ നിന്നു. From the interior of the tent came the sound of a wailing infant. അപ്പോൾ എന്താണ് കരയുന്ന ഒരു കുട്ടിയുടെ സൗണ്ട് ആ ടെൻറ്റിനകത്ത് നിന്ന് അവൻ കേട്ടു. അത് കേട്ട് അവൻ അവിടെ നിന്നു. Have pity on this poor orphan and give him a little milk. I am a poor Armenian, he said in Greek. അപ്പോൾ അവൻ ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞു, ഈ പാവപ്പെട്ട കുട്ടിയോട് ദയ തോന്നി ഇവന് കുറച്ച് പാല് കൊടുക്കണേ, ഞാനൊരു അർമേനിയനാണ് എന്ന് അവൻ ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞു. അവൻ്റെ ആ അപേക്ഷ കേട്ടിട്ട് ഒരു കറുത്ത സ്ത്രീ, സ്നേഹമുള്ള ഒരു കറുത്ത സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. His appeal, a lovely, dark woman appeared. She held in her arms an infant blissfully sucking the maternal breast. അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ പാല് കുടിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ കണ്ണ് പകുതി അടഞ്ഞിരിക്കുകയായിരുന്നു. Its eyes half closed. Let us see the kid. Is it a boy or a girl? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ എന്തായാലും ആ കുട്ടിയെ ഒന്ന് കാണട്ടെ, അതൊരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചു. Heart trembled with joy. Several neighbors had come closer to see, and they helped him to take from his shoulders the sack where the baby brother was held. With curiosity, they leaned. അപ്പോൾ എന്താണ് അവന് ഭയങ്കര സന്തോഷമായി അവരങ്ങനെ പറഞ്ഞപ്പോൾ അവിടെയുള്ള അയൽക്കാരെല്ലാം അവൻ്റെ അടുത്തേക്ക് വന്നു. ആ കുഞ്ഞിനെ കാണാനുള്ള ആകാംക്ഷയിൽ അവൻ്റെ തോളിൽ നിന്ന്, ആ ചാക്കിൽ നിന്ന് ആ കുഞ്ഞിനെ പുറത്തെടുക്കാൻ അവർ സഹായിച്ചു. He drew back the cover. ഇനി കുറച്ച് വേർഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Here the word misery conveys poor living condition. അപ്പം ഇവിടെ മിസറി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുവർ ലിവിങ് കണ്ടീഷൻ, ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിത രീതി. You can see another word, pallet, that conveys an idea of a mat or mattress which is made up of straw. പിന്നെ നിങ്ങൾ പാലറ്റ് എന്നൊരു വേർഡ് കണ്ടല്ലേ, അപ്പോൾ അത് എന്താണ്, ഒരു പായ, സ്ട്രോ കൊണ്ടുണ്ടാക്കിയ, പുല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു പായയാണ് പാലറ്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. You can see the image here. Look, it's a kind of mat or mattress which is made up of straw. When he entered the Anatolian camp, there he saw children playing in the dirty water. ഉണ്ടോ ഈ ഒരു ചിത്രം? അവർ അനറ്റോണിയൻ ക്യാമ്പിലേക്ക് ചെന്നപ്പോഴേക്കും അവിടെ കുട്ടികൾ അഴുക്ക് വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടു. All the women sitting on mats greeted him. Through these images, Michale could realize the pathetic. അപ്പം പായലിരിക്കുന്ന, ആ കിടക്കയിലിരിക്കുന്ന
സ്ത്രീകളെല്ലാം അവനെ ഗ്രീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം condition of Anatolian camp. Some of the old women ഇതിൽ നിന്നെല്ലാം നമുക്ക് ആ അനറ്റോളിയൻ ക്യാമ്പിൻ്റെ ഒരു അന്തരീക്ഷം മനസ്സിലായി. asked him about his intention. He did not give them any answer. അപ്പോൾ അവരിൽ ചിലർ, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, അവരിൽ ചിലരെ അവനോട് അവനെപ്പറ്റി ചോദിച്ചു, അവൻ്റെ എന്ത് ആവശ്യത്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു. പക്ഷെ അവൻ അവരോടൊന്നും ആൻസർ കൊടുത്തില്ല. Straight he went towards a tent from where he could hear the sound of an infant. അപ്പോൾ അവൻ നേരെ ഒരു ടെൻറ്റിലേക്കാണ് പോയത്. അതായത് അവിടുന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്ന ടെൻറ്റിൻ്റെ അടുത്തേക്കാണ് അവൻ നേരെ പോയത്. He had only one intention in his mind, that was to find out a nursing mother. Why didn't Mikhali give any answer to the questions of all the women? അപ്പം മിഖാലിക്ക് ഒരേ ഒരു ഇൻറ്റൻഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അവൻ്റെ കുഞ്ഞനുജനെ ശുശ്രൂഷിക്കുന്ന ഒരമ്മയെ കാണുക, ഒരു നഴ്സിംഗ് മദറിനെ കാണുക എന്നുള്ളതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവരാരും ചോദിച്ചതൊന്നും കേൾക്കാതെ അവൻ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടായിരിക്കും മിഖാലി ആരുടെയും ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതിരുന്നത്? ഇപ്പോൾ പ്രായമായ സ്ത്രീകൾ അവനോട് എന്താ വേണം കുഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഉത്തരം കൊടുക്കാതെ പോയത് എന്തുകൊണ്ടാണ്? We have got 4 options. Just go through those options. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ ഉത്തരം സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ ഓപ്ഷൻ, ഹി വാസ് വെരി ടയർഡ്, അവൻ വളരെ ക്ഷീണിതനായിരുന്നു. ഹി ഹേർഡ് ദ വെയിലിംഗ് ഓഫ് ദ ഇൻഫൻറ്റ്, അവനൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഹി വാണ്ടഡ് ടു സീ ദ നഴ്സിംഗ് മദർ, അവൻ നഴ്സിംഗ് മദറിനെ കാണണമായിരുന്നു. ഹി ഡിഡ്ന്റ് ലൈക്ക് ദ വിമൻ, അവൻ ആ സ്ത്രീകളെ ഇഷ്ടപ്പെട്ടില്ല. ഇതിലേതാണ് ഉത്തരം? Which one is correct? ഇതിലേതാ കറക്റ്റ്? Yes, C. Option C. അതെ, ഓപ്ഷൻ സി ആണല്ലേ, അവന് നഴ്സിംഗ് മദറിനെ കാണണമായിരുന്നു. That he had only one intention in his mind, that was to find out the nursing mother. അതായത് പാലൂട്ടുന്ന ഒരമ്മയെ കണ്ടുമുട്ടുക എന്നുള്ളതായിരുന്നു അവൻ്റെ ഇൻറ്റൻഷൻ. അങ്ങനെ അവൻ അത് മാത്രം, അവൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആർക്കും ഉത്തരം കൊടുക്കാതെ പോയത്. Then, standing in front of the house, Mikhali loudly requested to have pity on this poor orphan and give him a little milk. അപ്പോൾ അവിടെ നിന്ന് മിഖാലി പറഞ്ഞു, ഈ പാവപ്പെട്ട കുഞ്ഞിനോട് ദയ തോന്നണേ, എന്നിട്ട് അവനല്പം പാല് കൊടുക്കണേ എന്ന് ആ പാലൂട്ടുന്ന അമ്മയോട് അവൻ പറഞ്ഞു. My dear children, here you have to know the difference between little and a little. അപ്പം നിങ്ങൾക്ക് ലിറ്റിൽ എന്നും എ ലിറ്റിൽ എന്നും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു തരാൻ പോവുകയാണ്. Little is a semi-negative word. അപ്പോൾ ലിറ്റിൽ എന്നാൽ സെമി നെഗറ്റീവ് വേർഡാണ്. It means no. അപ്പോൾ ലിറ്റിൽ എന്ന് പറയുമ്പം അത് നോ എന്നൊരു മീനിങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നോട്ട് മച്ച്, അധികം അല്ലാത്ത എന്നുള്ളൊരു. A little means a small quantity. അപ്പോൾ എ ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അളവ്, അതാണ് എ ലിറ്റിലിൻ്റെ അർത്ഥം. അപ്പോൾ ലിറ്റിൽ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് വേർഡാണ്, സെമി നെഗറ്റീവ് വേർഡാണ്. അതിന് നോ എന്നൊരർത്ഥമുണ്ട്, വേണ്ട എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. എ ലിറ്റിൽ പറയുമ്പോൾ എന്താണ്, കുറച്ച് ക്വാണ്ടിറ്റി, ചെറിയ അളവ് എന്നുള്ളൊരു അർത്ഥവും ഉണ്ട്. You have to understand the difference very clearly between little and a little. അപ്പോൾ നിങ്ങൾക്ക് ലിറ്റിലും എ ലിറ്റിലും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ. The sentence, there is little water in the pond, conveys the meaning that there is no water at all in the pond. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുളത്തിൽ there is little water in the pond എന്ന് പറഞ്ഞാൽ കുളത്തിൽ വെള്ളം ഇല്ല എന്നുള്ള അർത്ഥമാണ്. അതായത് കുളത്തിൽ വെള്ളമേ ഇല്ല എന്നുള്ള അർത്ഥം. അപ്പം ലിറ്റിൽ, നോ വാട്ടർ, there is no water, there is little water എന്ന് പറഞ്ഞാൽ എന്താണ്, there is no water, കുളത്തിൽ വെള്ളമേ ഇല്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. I have a little water let in the water bottle means there is a small quantity of water
in my water bottle. അപ്പോൾ ഐ ഹാവ് എ ലിറ്റിൽ വാട്ടർ ഇൻ മൈ വാട്ടർ ബോട്ടിൽ. എൻ്റെ ബോട്ടിലിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നുള്ള അർത്ഥമാണ്. ലിറ്റിൽ വരുമ്പോൾ എൻ്റെ അർത്ഥമാണ് കുറച്ച് ക്വാണ്ടിറ്റി. അപ്പോൾ എൻ്റെ ബോട്ടിലിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നുള്ള അർത്ഥമാണ് ഐ ഹാവ് എ ലിറ്റിൽ വാട്ടർ ഇൻ മൈ വാട്ടർ ബോട്ടിൽ. അതായത് ഐ ഹാവ് സം ഓർ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ മൈ വാട്ടർ ബോട്ടിൽ എന്നാണ് ലിറ്റിൽ വരുമ്പോൾ അവിടുത്തെ അർത്ഥം വരുന്നത്. അപ്പം ആദ്യം ആ ഗ്ലാസ് നിറയെ മിൽക്ക് ഉണ്ടായിരുന്നു അല്ലേ. ഈ കുട്ടി കുറച്ച് പാല് കുടിക്കാൻ പോവുകയാണ്. അയാൾ അതിൻ്റെ പകുതിയോളം കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും എന്താണ് ലിറ്റിൽ, ഇനി കുറച്ച്, ഓൺലി ലിറ്റിൽ മിൽക്ക് റിമെയിൻസ് നൗ, ഇനി കുറച്ച് പാലും കൂടി അതിൽ അധികമായിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ലിറ്റിൽ നിന്ന് അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദർ ഈസ് ലിറ്റിൽ മിൽക്ക് നൗ. അപ്പം പാലെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പം വന്നതുണ്ടാ ദർ ഈസ് ലിറ്റിൽ മിൽക്ക് നൗ എന്ന്. അപ്പോൾ അതായത് അതിൽ ഇനി പാലേ ഇല്ല. Okay, my dear children. Then from inside the tent, hearing the request of Mikali, there came out a woman with a breast-sucking child in her hand. She asked Mikali whether the child was a boy or a girl. Mikali's heart. അപ്പം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. മിക്കാലിയുടെ അപേക്ഷ കേട്ടിട്ട് ടെൻറ്റിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് അവരുടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഇറങ്ങി വന്നു ടെൻറ്റിൽ നിന്ന്. എന്നിട്ട് മിക്കാലിയോട് പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ, കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അവർ ചോദിച്ചു. Started to pound because of happiness. Finally he could find out a nursing woman and she became ready to ask about the boy with the help. അപ്പോൾ അവനാണെങ്കിൽ എന്താണ്, അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചടിയല്ലേ. കാരണം അവൻ അവസാനം ഒരു പാലൂട്ടുന്ന അമ്മയെ കണ്ടെത്തിയിരിക്കുന്നു. നേഴ്സിംഗ് മദർ എന്ന് പറയുമ്പോൾ പാലൂട്ടുന്ന അമ്മ, ഒരു പാലൂട്ടുന്ന അമ്മയെ കണ്ടെത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, അവർ ആ കുഞ്ഞിനെ പറ്റി തിരക്കുകയും ചെയ്തു. Of all the women, Mikali took the sack from his back and removed the cover. Here we have a question. അപ്പം എന്താണ്, മിക്കാലി വളരെ സന്തോഷവാനായി. അപ്പം മിക്കാലി കുഞ്ഞിനെ പുറത്തുനിന്നെടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമുണ്ടായിരുന്ന സ്ത്രീകൾ അവനെ സഹായിച്ചു. അവനങ്ങനെ ആ ചാക്ക് കെട്ട് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ കവറ് നീക്കി, മറ നീക്കി കുഞ്ഞിനെ കാണിക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Number 10. Why was Mikali so happy? മിക്കാലി എന്തുകൊണ്ടാണ് അത്ര സന്തോഷവാനായത്? എന്തുകൊണ്ടാണ്? Why was Mikali so happy? Mikali became happy because the nursing mother asked him about the child. He thought she might. മിക്കാലി സന്തോഷവാനായത് നഴ്സിംഗ് മദർ, ആ പാലൂട്ടുന്ന അമ്മ അവനോട് കുഞ്ഞിനെ പറ്റി ചോദിച്ചു. കുഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ കരുതി അവർക്ക് അവനെ, ആ കുഞ്ഞിനെ പാലൂട്ടും, അതുകൊണ്ടാണ് അവരത് ചോദിച്ചതെന്ന് അവൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് അവൻ സന്തോഷവാനായത്. Help him. Okay? The nursing mother asked him about the child and so he thought she might help him. That's why he became very happy. Now Mikali is very happy and hopeful. ഇപ്പം മിക്കാലി എന്താണ്, വളരെ സന്തോഷവാനുമാണ്. അതുപോലെ അവന് വളരെയധികം പ്രതീക്ഷയുമുണ്ട്. Can you imagine the rest of the story? നിങ്ങൾക്ക് കഥയുടെ ബാക്കി ഭാഗം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? Shall we see? Let us read the story. Okay. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം. റീഡ് സൈലൻ്റ്ലി. അപ്പം നിങ്ങൾക്ക് ഈ അടുത്ത പാരഗ്രാഫ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. അതിൽ സ്ട്രൈക്കിംഗ് എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്ത് വെക്കുക. അതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഡിക്ഷണറിയിൽ റെഫർ ചെയ്യുക. അപ്പോൾ ദ വുമൺ ഗേവ് വെൻ ടു വേരിയസ് ക്രൈസ് ഓഫ് ഹർ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഈ കുഞ്ഞിനെ കണ്ടപ്പോഴേക്കും അലറി വിളിക്കാൻ തുടങ്ങി. കാരണം ദ ചൈൽഡ് ഹാഡ് നോ ലോങ്ങർ എനിത്തിങ് ഹ്യൂമൻ അബൌട്ട് ഇറ്റ്. ഒരു മനുഷ്യനെ പോലെ തോന്നുന്നതൊന്നും ആ കുഞ്ഞിനുണ്ടായിരുന്നില്ല. കാരണം
ആ കുഞ്ഞിൻ്റെ തല, ദ ഹെഡ് ഹാർഡ് ബിക്കെയിം എനോമസ് ആൻഡ് ദ ബോഡി ഓഫ് ആൻ ഇൻക്രെഡിബിൾ തിന്നസ്. അപ്പോൾ ആ കുട്ടിയുടെ തല വളരെ വലുതായി മാറി, അതുപോലെ തന്നെ ശരീരമൊക്കെ വളരെ മെലിഞ്ഞു ചുരുങ്ങിപ്പോയിരുന്നു. വിസ് ഓൾ ഷ്രിവൽഡ് അപ്പ്. ഈ കുഞ്ഞിന് പാലൊന്നും കിട്ടിയിരുന്നില്ലല്ലോ, അപ്പോൾ കുഞ്ഞിൻ്റെ ശരീരം മെലിഞ്ഞു ചുരുങ്ങിപ്പോയിരുന്നു. ആസ് അണ്ടിൽ ദെൻ ഇറ്റ് ഹാഡ് സക്ഡ് ഓൺലി ഇറ്റ്സ് തം ഇറ്റ് വാസ് ഓൾ സോളൻ. അത്രയും നേരമായിട്ട് അവൻ്റെ ആ കുഞ്ഞതിൻ്റെ വിരൽ വായിലിട്ടതുകൊണ്ട് ആ വിരൽ മാത്രം തള്ളവിരൽ ആ കുട്ടി വായിൽ വെച്ച് ആ തള്ളവിരൽ വെച്ചതുകൊണ്ട് മാത്രം അത് മാത്രം വീർത്തിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ. അതൊരു പേടിപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. മിക്കാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ്. ആ കുഞ്ഞിനെ കണ്ടപ്പോഴും മിക്കാലി പോലും പേടിച്ചുപോയി. ഓൾ ഓഫ് ദം ടുഗദർ ചേസ്ഡ് ഹിം എവേ ത്രെറ്റനിങ്. അപ്പോൾ ആ സ്ത്രീകളെല്ലാവരും കൂടി അവനെ ആട്ടിപ്പായിച്ചു, വഴക്ക് പറഞ്ഞു, പേടിപ്പിച്ച് അവനെ ആട്ടിപ്പായിപ്പിച്ചു. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. അപ്പോൾ അവനൊരു പ്രതീക്ഷയോടെ വന്നതാണല്ലേ കുഞ്ഞിന് പാല് കിട്ടുമെന്നുള്ള. അപ്പോൾ ഇവരെല്ലാം ഇവനെ ആട്ടിപ്പായിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ കണ്ണീരാൽ നിറഞ്ഞു. ഹി വെൻഡ് ഓഫ് ബെയറിങ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ വെയിലിംഗ് ഇൻ ഇറ്റ്സ് ഹങ്കർ. അപ്പോൾ ഇപ്പോഴും വിശന്നുകൊണ്ട് കരയുന്ന ആ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട്, ആ ശിശുവിനെയും കൊണ്ട് അവൻ അവിടെ നിന്നും പോയി. മിഖാലിയെ കൊണ്ട് ഇനി ചെയ്യാനായിട്ടൊന്നുമില്ലായിരുന്നു അല്ലേ. ദെയർ വാസ് നത്തിങ് ടു ബി ഡൺ. ദ ചൈൽഡ് വാസ് കണ്ടം ടു ഡൈ ഓഫ് ഹങ്കർ. ആ കുഞ്ഞിൻ്റെ വിധി വിശപ്പ് കൊണ്ട് മരിക്കുക എന്നുള്ളതായിരുന്നു. മിക്കാലി ഫെൽറ്റ് ഹിംസെൽഫ് ഇമെൻസ്ലി എലോൺ ആൻഡ് ലോസ്റ്റ്. മിക്കാലിക്ക് വളരെയധികം ഒറ്റപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. എ ചിൽ റാൻ അപ്പ് ഹിസ് സ്പൈൻ അറ്റ് ദ തോട്ട് ഹി വാസ് ക്യാരിങ് സച്ച് ആൻ അൺലക്കി ചൈൽഡ്. അപ്പോൾ ഇത്രയും നിർഭാഗ്യവാനായിട്ടുള്ളൊരു കുഞ്ഞിനെയാണല്ലോ അവൻ്റെ അവൻ തോളിലേറ്റ് നടന്നെന്ന് ഓർത്തപ്പോൾ അവന് തന്നെ ഒരു സങ്കടം തോന്നി. ഹീ സ്ലം ഡൗൺ ഇൻ ദ ഷാഡോ ഓഫ് എ ഷെഡ്. ഒരു ഷെഡിൻ്റെ കീഴിൽ അവൻ ചാഞ്ഞു കടന്നു. ഇറ്റ് വാസ് സ്റ്റിൽ വെരി വാം. അവിടെ ഇപ്പോഴും വളരെയധികം ചൂടായിരുന്നു. ദ കൺട്രി സ്പ്രെഡ് ഔട്ട് ബിഫോർ ഹിം ഇൻ എറിഡ് വേസ്റ്റ് ലാൻഡ് കവേർഡ് വിത്ത് റെഫ്യൂസ്. അപ്പോൾ അവൻ അവിടെ പോയിരുന്നപ്പോൾ ആ സ്ഥലം അവനിരുന്ന സ്ഥലം അവൻ ഓടി, അതായത് ഗ്രാമത്തിലുള്ളവർ അവനെ ആട്ടിപ്പായിച്ചല്ലേ. അപ്പോൾ അവന് ഓടി വന്ന സ്ഥലം വളരെ വരണ്ട സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ് ആയിരുന്നു. അവിടെ മുഴുവൻ അഴുക്ക് പിടിച്ചൊരു സ്ഥലമായിരുന്നു. ന്യൂൺ റാങ് ഔട്ട് സംവെയർ. എവിടെയോ ഒരു ഉച്ചമണി മുഴങ്ങി. ദ സൗണ്ട് റിമൈൻഡഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഈറ്റൺ നത്തിങ് സിൻസ് ദ ഡേ ബിഫോർ. അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്, കഴിഞ്ഞ ദിവസം മുതൽ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. He would have to go sneaking about the streets, round cafes, terraces, filching some half-eaten roll left on a plate, or else rake about in the garbage for what a dog would not have eaten. അപ്പോൾ അവന് ഭക്ഷണം വേണമെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യണമായിരുന്നു? അവന് എവിടെയെങ്കിലും തെരുവുകളിൽ പോയി തിരയണമായിരുന്നു, അല്ലെങ്കിൽ കഫേ ടെറസസിൽ ചെന്നിട്ട് അവിടെ നിന്നും ആൾക്കാരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കണമായിരുന്നു. ഹാഫ് ഈറ്റൻ പ്ലേറ്റിൽ പകുതി കഴിച്ച ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപഹരിക്കണമായിരുന്നു. അതും അല്ലെങ്കിൽ അവനാണെങ്കിൽ ഗാർബേജുകളിലൊക്കെ കൈയിട്ട് ഭക്ഷണം, അതായത് അഴുക്ക് ഇടുന്ന വേസ്റ്റ് ബിന്നുകളിൽ നിന്നൊക്കെ ഭക്ഷണം എടുത്ത് കഴിക്കണമായിരുന്നു. പിന്നെ അതുപോലെ ഏതെങ്കിലും വാട്ട് എ ഡോഗ് വുഡ് നോട്ട് ഹാവ് ഈറ്റൺ. അപ്പോൾ ഈ വേസ്റ്റ് കൂട്ടിയിടുന്ന സ്ഥലത്ത് പട്ടിയും വന്ന് കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പട്ടിയൊന്നും കഴിക്കാതെ ഇട്ടിരിക്കുന്ന അതെടുത്ത് കഴിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു ദുരന്താവസ്ഥയായിരുന്നു അവനുണ്ടായിരുന്നത് അല്ലേ. സഡൻലി ലൈഫ് സീം ടു ഹിം സോ ഫുൾ ഓഫ് ഹൊറേഴ്സ്. അപ്പോൾ ഇതെല്ലാം അവന് ഓർത്തപ്പോൾ, അതായത് ഈ കുട്ടിയുള്ളപ്പോൾ ഇവന് ഇതും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയായിരുന്നു അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞെപ്പോഴും കരയുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങനെയൊന്നും ആ കൊച്ചിനെയും കൊണ്ട് അവന് പോയി ഭക്ഷണം തപ്പാനും സാധിക്കുന്നില്ല. സഡൻലി ലൈഫ് സീംഡ് ഹിം ടു സോ ഫുൾ ഓഫ് ഹൊറേഴ്സ്. പെട്ടെന്ന് തന്നെ അവൻ്റെ ജീവിതം എത്ര ഭയാനകമാണെന്നുള്ളത് അവനിങ്ങനെ തോന്നി. ദാറ്റ് ഹീ കവേർഡ് ഹിസ് ഫേസ് വിത്ത് ഹിസ് ഹാൻഡ്സ്. അതോർത്തപ്പോൾ അവൻ്റെ മുഖം കൈകൾ കൊണ്ട് മറച്ചു വെച്ചു. ആൻഡ് ബിഗാൻ ടു സോബ് ഡെസ്പറേറ്റ്ലി. അവൻ വിങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ്റെ ആ ഒരു ദുരന്താവസ്ഥയോർത്ത് അവൻ വിങ്ങി കരയാൻ തുടങ്ങി. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകളുടെ ആൻസർ ചെയ്യുക. വാട്ട് ചേഞ്ച് ദ മൂഡ് ഓൾ ഓഫ് എ സഡൻ. പെട്ടെന്ന് അവിടുത്തെ ആ അവസ്ഥ ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? വാട്ട് ഡിഡ് യു നോട്ടീസ്ഡ് അബൌട്ട് ദ ചൈൽഡ്സ് തംബ്. ആ കൊച്ചിൻ്റെ തള്ളവിരൽ എങ്ങനെയുള്ളതായിരുന്നു? എന്താണ് അതിൻ്റെ പ്രത്യേകത? ഹൗ ഡിഡ് മിക്കാലി ഫൈൻഡ് ഫുഡ് ഫോർ ദം. എങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മിക്കാലി കണ്ടെത്തിയിരുന്നത്? May I read the story for you? The women
gave vent to various cries of horror. The child had no longer anything human about it. The head had become enormous and the body, of an incredible thinness, was all shriveled up. As until then it had sucked only its thumb, it was all swollen. It was dreadful to see. Mikhail himself drew back in fright. All of them together chased him away, threatening. His eyes filled with tears. He went off, bearing the little child still wailing in its hunger. There was nothing to be done. The child was condemned to die of hunger. Mikhail felt himself immensely alone and lost. Rake about in the. Did he notice his hands and began to sob desperately? Here we can see certain difficult words. Did you notice the usage? Give vent to. ഇവിടെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഗീവ് വെൻറ്റ് ടു എന്നുള്ള യൂസേജ് ശ്രദ്ധിച്ചിരുന്നോ? Can you say anything about that usage? ആ യൂസേജിനെ പറ്റി എന്തെങ്കിലും പറയാമോ? Give vent to. എന്തെങ്കിലും ഒരു ഫീലിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഗീവ് വെൻറ്റ് ടു എന്ന് പറയുന്നത്. When Mikhail drew back the cover, all the women made cries of horror because of the strange look of the infant. അപ്പോൾ മിഖാലി ആ കവർ മാറ്റിയപ്പോൾ, കുഞ്ഞിനെ ചാക്കി നിർത്ത കവർ മാറ്റിയപ്പോൾ എല്ലാ സ്ത്രീകളും അലറി വിളിക്കാൻ തുടങ്ങിയല്ലേ? കാരണം ആ കുഞ്ഞിൻ്റെ ഒരു വളരെ വിചിത്രമായിട്ടുള്ള രൂപം കണ്ടിട്ട്. അതായത് കുഞ്ഞ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ തലയെല്ലാം വീർത്ത് ശരീരമെല്ലാം മെലിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് കണ്ട് എല്ലാ സ്ത്രീകളും അലറി വിളിക്കാൻ തുടങ്ങി. The child had an enormous head, thin body and a swollen thumb. It means വീർത്ത പെരുവിരൽ, swollen thumb. When they saw the child, they became very much frightened and they chased him away. Here we have the 11th question. Why did the women give vent to cries of horror? എന്തുകൊണ്ടാണ് സ്ത്രീകൾ അലറി വിളിച്ചത് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ? The women gave vent to cries of horror because of the strange look of the infant. കാരണം ആ കുഞ്ഞിൻ്റെ വിചിത്രമായ രൂപം കണ്ടിട്ടാണ് ആ സ്ത്രീകൾ അലറി വിളിച്ചത്. The child had an enormous head, thin body and a swollen thumb. കുഞ്ഞിന് ഒരു വലിയ തലയും അതുപോലെ തന്നെ ബോഡി വളരെ മെലിഞ്ഞ് ചുരുങ്ങിയ ശരീരവും പിന്നെ പെരുവിരലാണെങ്കിലോ വീർത്തും ഇരിക്കുകയായിരുന്നു. Here, Mikhail ran away from the Anatolian camp with the wailing infant. What is wailing? Wailing means crying. അപ്പം മിഖാലി ആ അനറ്റോളിയൻ ക്യാമ്പിൽ നിന്ന് കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് ഓടി. അപ്പോൾ വെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയുക എന്നുള്ള അർത്ഥമാണ്. With pain or grief. He slumped down himself in the side of a shed. Slump down means sit heavily. അപ്പം ഒരു ഷെഡിൻ്റെ അടുത്തേക്ക് അവൻ പോയി ചാഞ്ഞു ഇരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ, തകർന്നിരിക്കുക. അപ്പം സ്ലംപ് എന്ന് പറഞ്ഞാൽ തകർന്നിരിക്കുക എന്നുള്ള അർത്ഥമാണ്. That village spread before him an arid wasteland. Arid means a dry area. അവൻ പോയിരുന്ന ആ ഒരു ഗ്രാമം എങ്ങനെയുള്ളതായിരുന്നു? വരണ്ടുണങ്ങിയ അഴുക്ക് പിടിച്ച ഒരു സ്ഥലമായിരുന്നു അല്ലേ. അറിഡ് എന്ന് പറഞ്ഞാൽ വരണ്ടുണങ്ങിയ എന്നുള്ള അർത്ഥമാണ്. He felt that village like a wasteland. Here we have the 12th question. Why did Mikhail feel? അപ്പോൾ അവന് ആ വില്ലേജ് ഒരു വേസ്റ്റ് ലാൻഡ് പോലെയാണ് തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
immensely alone and lost. എന്തുകൊണ്ടാണ് മിഖാലിക്ക് അവൻ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയത്? Because he realized the fate of his younger brother was to die and there is no one for him to help. അപ്പം അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവൻ തിരിച്ചറിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല. അവൻ്റെ കുഞ്ഞനുജനും മരണത്തോട് മല്ലിടിക്കുകയാണല്ലേ. അവന് മരിച്ചു പോകുമെന്ന് അവന് മനസ്സിലായി. അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മിഖാലിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നിയത്. So he felt immensely alone and lost. When he heard the siren of noon from somewhere, then only he realized that he hadn't taken or eaten anything for the last 2 days. Usually, അപ്പോൾ എവിടെ നിന്നോ ഉച്ചയ്ക്കത്തെ സൈറൻ മുഴങ്ങുന്ന കേട്ടപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് അവൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത്. he would go and collect food from the cafe terraces or garbage bins. Sometimes he would filch. അപ്പം അവൻ ഭക്ഷണം വേണമെങ്കിൽ അവൻ എന്താ ചെയ്യാറുള്ളത്? കഫേ ടെറസസിലൊക്കെ പോയിട്ട് ആരെങ്കിലും ബാക്കി വെച്ച ഭക്ഷണം ഉണ്ടോ നോക്കും. അതല്ലെങ്കിൽ അവൻ വേസ്റ്റ് ബിന്നുകളിലൊക്കെ തപ്പി നോക്കും അല്ലേ. Filch means steal something in a casual way. ഓക്കെ, അപ്പോൾ ഫിൽച്ച് ചില സമയത്ത് അവൻ അപഹരിക്കാറുണ്ട് ഭക്ഷണം. ഫിൽച്ച് എന്ന് പറഞ്ഞാൽ അപഹരിക്കുക എന്നുള്ള അർത്ഥമാണ്. Sometimes he would filch the half-eaten food from cafes. But now it is not possible for him because he has got a wailing infant on his back. പക്ഷെ ഇപ്പോൾ അവൻ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവൻ്റെ കൂടെ ഒരു കരയുന്ന കുട്ടി കൂടിയുണ്ട്. Look, the pathetic condition of a young boy of your age who hadn't taken anything for the last 2 days. നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരു കുട്ടിയുടെ ദയനീയ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? അവനാണെങ്കിൽ 2 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടും ഇല്ല. Mikhali felt full of horrors and he started to sob. Here we have got the 13th question. അപ്പം മിഖാലിക്ക് ഇതെല്ലാം ഓർത്തപ്പം വളരെ ഭയം തോന്നി. അവൻ അങ്ങനെ വിങ്ങി കരയാൻ തുടങ്ങി. Why did Mikhali sob? അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യനും അതാണ്, എന്തുകൊണ്ടാണ് മിഖാലി കരഞ്ഞത്? Mikhali felt life is full of horrors. He was unable to find food for himself. He was helpless in the case of his younger brother also. So he started to sob. മിഖാലിക്ക് അവൻ്റെ ജീവിതം മുഴുവൻ ദുരന്തം നിറഞ്ഞതും ഭയാനകവും ആയ ഒരു ജീവിതമാണെന്ന് തോന്നി. ഹി വാസ് അൺഏബിൾ ടു ഫൈൻഡ് ഫുഡ് ഫോർ ഹിം. അവന് ഭക്ഷണം കണ്ടെത്താൻ അവനായില്ല. ഹി ഓൾവേസ് ഹാഡ് ടു ക്യാരി ഹിസ് ലിറ്റിൽ ബ്രദർ ഓൺ ഹിസ് ബാക്ക്. അവൻ എപ്പോഴും അവൻ്റെ കുഞ്ഞനുജനെ കൂടെ കൊണ്ട് നടക്കണമായിരുന്നു. അതുകൊണ്ട് അവന് ഭക്ഷണം തേടാനൊന്നും സാധിച്ചില്ല. അതുകൊണ്ടാണ് അവൻ കരഞ്ഞത്. When Mikhali sat in the shadow of the shed, what all thoughts might have come in his mind? If you were in the position of Mikhali, what all thoughts would haunt you? അപ്പം മിഖാലി ആ ഷെഡിൻ്റെ കീഴിലിരുന്നപ്പം അവൻ്റെ മനസ്സിൽ എന്ത് ചിന്തകളൊക്കെ ആയിരിക്കാം കടന്നു പോയിരുന്നത്. ഇപ്പോൾ നിങ്ങളായിരുന്നു മിഖാലി എങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളായിരിക്കും നിങ്ങളെ അലട്ടിയിരിക്കുന്നത്? Think of it and prepare the thoughts of Mikhali in your notebook. അപ്പം നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കുക. എന്നിട്ട് മിഖാലിയുടെ ചിന്തകളെപ്പറ്റി ഒരു നോട്ട് തയ്യാറാക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് എഴുതുക. ഓക്കെ. Dear children, now I would like to give you an assignment. You have to prepare a write-up on the topic, the pathetic conditions of refugee camps in the light of Mikhali's experiences.
ഓക്കെ, ഇനി ഒരു അസൈൻമെൻറ്റ് കൂടിയുണ്ട്. നിങ്ങളൊരു റൈറ്റപ്പ് എഴുതണം. അതായത് ഈ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള അഭയാർത്ഥികളുടെ ദയനീയ അവസ്ഥയെപ്പറ്റിയാണ് എഴുതേണ്ടത്. പതറ്റിക് കണ്ടീഷൻ ഓഫ് റെഫ്യൂജീസ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. നിങ്ങൾ മിഖാലിയുടെ അവസ്ഥയും കൂടി വെച്ച് നിങ്ങൾ മനസ്സിരുത്തി വേണം എഴുതാൻ. ഓക്കെ, ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു റെഫ്യൂജി ക്യാമ്പിൽ ആർക്കും പ്രൈവസി ഇല്ലല്ലേ, ഒരു സ്വകാര്യത ഇല്ല. നമുക്ക് വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ടിരിക്കുന്ന പോലെയൊന്നും റെഫ്യൂജി ക്യാമ്പിൽ പറ്റുകയില്ല. അതുപോലെ നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകില്ല ആർക്കും. ടോൺ ക്ലോത്ത്സ് എല്ലാം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിരിക്കും. നോ സഫിഷ്യൻറ്റ് ഫുഡ്, നമുക്കിഷ്ടമുള്ള ആഹാരമൊന്നും കിട്ടുകയില്ല. ചിലപ്പോൾ ആവശ്യത്തിനുള്ള ആഹാരം പോലും കിട്ടുകയില്ല. മാൽ ന്യൂട്രീഷ്യൻ, പോഷകാഹാരക്കുറവുകൾ ഉണ്ടാവും. അവിടെ എന്താ പറയുക, ഒരു നേരത്തെ വിശപ്പടക്കാനായെങ്കിലായി എന്നുള്ള രീതിയിലായിരിക്കാം. ഡേർട്ടി സറൗണ്ടിങ്സ്, അതുപോലെ ഒരുപാട് ആളുകൾ ചേർന്ന് താമസിക്കുകയാണ്. അപ്പോൾ ചുറ്റുപാടൊക്കെ അഴുക്ക് പിടിച്ച ചുറ്റുപാടുകളായിരിക്കും. ലാക്ക് ഓഫ് ലീവ്ലിഹുഡ്, ഇൻസെക്യൂർ ലൈഫ്, ഒരു എന്താണ് സുരക്ഷിതത്വം ഇല്ലാത്തൊരു ജീവിത രീതിയായിരിക്കാം ആ റെഫ്യൂജി ക്യാമ്പുകളിൽ ഉണ്ടാകുന്നത്. When you write, you may take these hints that there is no privacy. There is അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഈ ഹിൻസ് കൂടി യൂസ് ചെയ്യുക. ഒന്നാമത്തത്, അവിടെ ഒരു പ്രൈവസി ഉണ്ടായിരിക്കത്തില്ല. no shelter. There is no security. Insufficient. നോ പ്രൈവസി, നോ ഷെൽട്ടർ, അതുപോലെ നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും, ഭക്ഷണമൊന്നും ആവശ്യത്തിന് ലഭിക്കുകയില്ല. Food, malnutrition, പോഷകാഹാരക്കുറവുകളുണ്ടാകും. insecure life, and many hints are given there. അതുപോലെ ഒരു ഉപജീവന മാർഗ്ഗം, ലാക്ക് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ ഉപജീവന മാർഗ്ഗം എന്നുള്ള അർത്ഥമാണ്. അവർക്ക് പ്രത്യേകിച്ച് ജോലി ചെയ്യാനൊന്നും ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. With the help of these hints, you may prepare a write-up. And when you prepare a write-up, you have to remember that there should be a title. അപ്പോൾ നിങ്ങളൊരു റൈറ്റപ്പ് തയ്യാറാക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. You have to elaborate the idea based on the topic. അതുപോലെ ആ ടോപ്പിക്കിനെ ബേസ്, നിങ്ങൾക്കൊരു ടോപ്പിക് തന്നിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ടോപ്പിക് എന്താണ്, പതറ്റിക് കണ്ടീഷൻ ഓഫ് റെഫ്യൂജീസ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. അപ്പോൾ ആ ഒരു ടോപ്പിക് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ റൈറ്റപ്പ് ഇലാബറേറ്റ് ചെയ്യേണ്ടത്. Varied sentences and apt words can be used there. പലതരത്തിലുള്ള സെൻറ്റൻസുകളും അതിന് ചേരുന്ന വാക്കുകളും ഒക്കെ ഉപയോഗിക്കുക. Okay, my dear children, please go through the textbook once more and write the answers of side questions in your notebook. I'm sure you are very curious to know the rest of the story. We shall take the rest of the ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ബാക്കി ഭാഗം അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടെന്ന് അറിയാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞു തരുന്നതാണ്. അപ്പം എല്ലാവരും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക.